ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1 ചാപ്റ്റർ 4 സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നാഷണൽ ബിൽഡിംഗ് കോഡ് NBC അതുപോലെ തന്നെ കേരള ബിൽഡിംഗ് റൂൾസ് KBR അതെല്ലാമാണ് ഡിസ്കസ് ചെയ്തത്. സോ ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ CRZ നോംസ് എന്ന് പറയുന്ന സെഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. CRZ നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോംസ് എന്നാണ് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവായിട്ട് പറയുകയാണെങ്കിൽ. സോ സിംപ്ലി CRZ നോംസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. എന്താണ് CRZ നോംസ്, അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഏതൊക്കെ ഏരിയാസിലാണ് ഈ ഒരു റൂൾസ് അല്ലെങ്കിൽ ഈ ഒരു നോംസ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, എന്താണ് ഈ CRZ ക്ലാസിഫിക്കേഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു കോസ്റ്റൽ റെഗുലേഷൻ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഇനീഷ്യലി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 1986 എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഒരു ബേസിസിൽ ഉണ്ടാക്കിയിട്ടുള്ള റൂൾസ് അല്ലെങ്കിൽ ആ ഒരു ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് നമ്മുടെ കൺട്രിയുടെ ആൾമോസ്റ്റ് എല്ലാ കോസ്റ്റൽ ഏരിയാസിനും അല്ലെങ്കിൽ കോസ്റ്റൽ ടെറിട്ടറീസിനെയും എക്സ്ക്ലൂഡിങ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ആൻഡമാൻ അതുപോലെ തന്നെ നിക്കോബാർ ഐലൻഡ്സ് ഒഴികെ നമ്മുടെ കൺട്രിയിലുള്ള ആൾമോസ്റ്റ് എവറി കോസ്റ്റൽ ഏരിയാസിനെയും ആഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയാസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് അവിടെ നടത്തുന്ന കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിന് ഇമ്പോസ് ചെയ്തിട്ടുള്ള റെസ്ട്രിക്ഷൻസാണ് CRZ നോംസ് എന്ന് പറയുന്നത്. സോ ഇത് 2011 ഈ ഒരു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പവർ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ളൊരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു റൂൾസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഒഴികെ ഇന്ത്യയിലുള്ള കോസ്റ്റൽ സോൺസിൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും അതുപോലെയുള്ള മറ്റ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസും നടത്തുന്നതിന് കൊണ്ടുവന്നിട്ടുള്ള റെസ്ട്രിക്ഷൻസിനെയാണ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോംസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കോസ്റ്റൽ നിയറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയൻസിനെയാണ് നമ്മൾ കോസ്റ്റൽ സോൺ എന്ന് പറയുന്നത്. ആ ഒരു സോണിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു റെഗുലേഷൻസ് ഇൻ കേസ് ഓഫ് കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് അത്തരം കാര്യങ്ങൾക്കാണ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോംസ് അല്ലെങ്കിൽ CRZ നോംസ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് 2011 നോട്ടിഫിക്കേഷൻ്റെ ബേസിസിലാണ്. അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് 1986 ജനറേറ്റ് ചെയ്തിട്ടുള്ള എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ സെക്ഷൻ 3 ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, സോ ഇതിൽ ഒരുപാട് അധികം ആക്ടിവിറ്റീസിന് റെഗുലേഷൻസ് ഇത്തരത്തിലുള്ള കോസ്റ്റൽ റീജിയൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുള്ള എക്സാമ്പിൾസാണ് എക്സ്പാൻഷൻ ഓഫ് എനി ഇൻഡസ്ട്രി, operations or processes and manufacturing or handling or storage or disposal of hazardous substances and some of them are regulated. അതായത് ഇൻഡസ്ട്രീസിൻ്റെ എക്സ്പാൻഷൻസ് അതുപോലെ തന്നെ ഹസാഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ സ്റ്റോറേജ്, ഡിസ്പോസൽ, ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ ആക്ടിവിറ്റീസ്, മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, ഇത്തരം കാര്യങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് ആണ് ഇവിടെ ഈ ഒരു CRZ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ ഒരു നോംസിൽ വരുന്നത്. ബേസിക്കലി നമുക്കറിയാം റീസെൻ്റ്ലി സംഭവിച്ചിട്ടുള്ള ചുഴലിക്കാറ്റിൻ്റെ സമയത്താണെങ്കിലും അത്തരത്തിലുള്ള പല ഹസാർഡ് സിറ്റുവേഷൻ്റെ സമയത്താണെങ്കിലും ഈ ഒരു കോസ്റ്റൽ റീജിയണിൽ വളരെ വലിയ തരത്തിലുള്ള ഡാമേജസും പ്രോബ്ലംസും ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പല ആളുകൾക്കും അവരുടെ താമസ സ്ഥലവും അതുപോലെ തന്നെ ജീവൻ നഷ്ടപ്പെടാൻ വരെ കാരണമായിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ നമുക്കറിയാവുന്നതാണ്. സോ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇഷ്യൂസ് ജനറേറ്റ് ചെയ്യാൻ നമ്മുടെ ആക്ടിവിറ്റീസ് കാരണമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു നോംസ് അല്ലെങ്കിൽ റൂൾസ്, റെസ്ട്രിക്ഷൻസ് നമ്മൾ ഈ ഒരു കോസ്റ്റൽ റീജിയണിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സോ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നെക്സ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് CRZ 3 ഒബ്ജക്റ്റീവ്സ് ആയിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ടു എൻഷുർ ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി ടു ദ ഫിഷർ കമ്മ്യൂണിറ്റീസ് ആൻഡ് അതർ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ലിവിങ് ഇൻ ദ കോസ്റ്റൽ ഏരിയാസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോസ്റ്റൽ ഏരിയാസിൽ ജീവിക്കുന്ന ഫിഷർമെൻ അല്ലെങ്കിൽ ഫിഷർ കമ്മ്യൂണിറ്റീസ്, മറ്റ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്, അതുപോലെ അവിടെ താമസിക്കുന്ന ആളുകൾ അവരുടെ ജീവന് പ്രൊട്ടക്ഷൻ നൽകുക അല്ലെങ്കിൽ സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കോസ്റ്റൽ ഏരിയയിലുള്ള CRZ
നോംസിൻ്റെ ഏറ്റവും പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിക്കോസ് പലതരത്തിലുള്ള കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഹസാർഡസ് ആക്ടിവിറ്റീസ്, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് കാരണം അവിടുത്തെ ഒരു നാച്ചുറൽ ബാലൻസ്ഡ് സ്റ്റേറ്റിന് ഇഷ്യൂസ് ഉണ്ടായി അവരുടെ ലൈഫിന് ഒരു സേഫ്റ്റി ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഈ റൂൾസ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് വൺ, ടു കൺസേർവ് ആൻഡ് പ്രൊട്ടക്ട് കോസ്റ്റൽ സ്ട്രെച്ചസ് ഇറ്റ്സ് യുണീക്ക് എൻവയോൺമെൻറ്റ് ആൻഡ് ഇറ്റ്സ് മറൈൻ ഏരിയ. രണ്ടാമതായിട്ട് നമ്മുടെ കോസ്റ്റൽ ഏരിയാസിൻ്റെ ആ ഒരു നാച്ചുറൽ കണ്ടീഷൻ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും മറൈൻ ഏരിയ അതുപോലെ തന്നെ നിലനിർത്തുക എന്നുള്ളൊരു പർപ്പസുമാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവായിട്ട് ഈ ഒരു CRZ നോംസ് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്ലിക്കേഷനിൽ പറയുന്നത്. ദെൻ തേർഡ് വൺ, ടു പ്രൊമോട്ട് ഡെവലപ്മെൻറ്റ് ത്രൂ സസ്റ്റൈനബിൾ മാനർ ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ ഡേഞ്ചേഴ്സ് ഓഫ് നാച്ചുറൽ ഹസാർഡസ് ഇൻ ദ കോസ്റ്റൽ ഏരിയാസ്, സീ ലെവൽ റൈസ് ഡ്യൂ ടു ഗ്ലോബൽ വാർമിംഗ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, അതായത് ഇത്തരം ഏരിയാസിലുള്ള ഡെവലപ്മെൻറ്റ് ഒരു സസ്റ്റൈനബിൾ മാനറിലാണ് എന്ന് എൻഷുർ ചെയ്യുക. അവിടെ നാച്ചുറൽ ഹസാർഡസിനുള്ള സാധ്യതകൾ, അത്തരത്തിലുള്ള ഡേഞ്ചർ സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിങ്ങോ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊണ്ട് കടൽ തിരമാലകളുടെ റൈസിങ്, ഹൈറ്റ് കൂടിയ വലിയ ശക്തമായ തിരമാലകൾ വരുന്ന സാധ്യതകൾ, അത്തരം കണ്ടീഷൻസ് എല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്ത് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കോസ്റ്റൽ ഏരിയാസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു റൂൾസിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് കണക്കാക്കാം. സോ അവിടെയുള്ള ആളുകളുടെ ജീവനുള്ളൊരു പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ മറൈൻ കോസ്റ്റൽ ഏരിയാസിന് അതിൻ്റെ ആ ഒരു നാച്ചുറൽ ക്വാളിറ്റി, നാച്ചുറൽ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ദെൻ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യുക എന്നുള്ളതുമാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. സോ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ NBC, KBR അതുപോലെ തന്നെ CRZ നോംസ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളതാണ് ഒരു തരത്തിൽ ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇതിനതിലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ അപ്ലിക്കബിലിറ്റിയാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. അതായത് ഏതൊക്കെ റീജിയൻസിലാണ് ഈ ഒരു CRZ നോംസ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, എത്രത്തോളം ഏരിയ വൈഡർ ആയിട്ടാണ് ഈ ഒരു CRZ നോംസ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഏതൊക്കെ ഏരിയാസ് ആണ് എന്നുള്ളതൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് വൺ, land area from HTL to 500 meters on the landward side along the sea front. ഹൈ ടൈഡ് ലൈൻ അല്ലെങ്കിൽ HTL നിന്നും ഒരു 500 മീറ്റേഴ്സ് ലാൻഡ്വാർഡ് ആയിട്ടുള്ള നമ്മുടെ കടലിൻ്റെ ഫ്രണ്ടിൽ ലാൻഡ്വാർഡ് ആയിട്ടുള്ള ഒരു ഹൈ ടൈഡ് ലൈൻ മുതൽ ഒരു 500 മീറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ഈ ഒരു CRZ നോംസിൽ കൺസിഡർ ചെയ്യുന്ന ഒരു ലാൻഡ് ഏരിയ അല്ലെങ്കിൽ ഒരു കോസ്റ്റൽ റീജിയൻ ആണ്. സെക്കൻഡ് വൺ, ദ ലാൻഡ് ഏരിയ ബിറ്റ്വീൻ HTL to 100 meters or width of the creek whichever is less on the landward side. HTL മുതൽ ഒരു 100 മീറ്റർ ഡിസ്റ്റൻസ്, അതല്ലെങ്കിൽ ക്രീക്ക്, ഉൾക്കടൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ കടലിനോടനുബന്ധിച്ചുള്ള ജലസ്രോതസ്സുകളോ ഏതാണോ നിയറസ്റ്റ് ആയിട്ടുള്ളത് ലാൻഡ്വാർഡ് സൈഡിൽ, ആ ഒരു ഏരിയയും ഈ ഒരു CRZ നോംസിൽ അല്ലെങ്കിൽ CRZ അപ്ലൈ ചെയ്യുന്ന ഏരിയ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ലാൻഡ് ഏരിയ ബിറ്റ്വീൻ HTL to 100 meters ഓർ വിഡ്ത്ത് ഓഫ് ദ ക്രീക്ക് വിച്ച് എവർ ഈസ് ലെസ് ഓൺ ദ ലാൻഡ്വാർഡ് സൈഡ്. ഓക്കെ, അതാണ് സെക്കൻഡ് കാറ്റഗറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ തേർഡ് വൺ, ദ ലാൻഡ് ഏരിയ ഫാളിംഗ് ബിറ്റ്വീൻ ഹസാർഡ് ലൈൻ ആൻഡ് 500 meters ഫ്രം HTL ഓൺ ദ ലാൻഡ്വാർഡ് സൈഡ്. ഹസാർഡ് ലൈനും അതുപോലെ തന്നെ 500 meters ഫ്രം HTLനും ഇടയിൽ വരുന്ന ലാൻഡ് ഏരിയ, ഹസാർഡസ് ലൈനും അതുപോലെ തന്നെ 500 meters ആ ഒരു HTL നിന്നുള്ള 500 meter ഡിസ്റ്റൻസിനും ഇടയിൽ വരുന്ന ഹസാർഡസ് ആയിട്ടുള്ള ആ ഒരു ഹസാർഡസ് ലൈനിൻ്റെയും ഈ ഒരു 500 മീറ്ററിൻ്റെ ഇടയിൽ വരുന്ന ലാൻഡ് ഏരിയയും ഈ ഒരു കോസ്റ്റൽ റെഗുലേഷൻ സോൺ അല്ലെങ്കിൽ റൂൾസ് അപ്ലൈ ചെയ്യുന്ന ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ദെൻ ലാൻഡ് ഏരിയ ബിറ്റ്വീൻ HTL ആൻഡ് LTL, ഹൈ ടൈഡ് ലൈനും ലോ ടൈഡ് ലൈനും ഇടയിലുള്ള ആ ഒരു റീജിയൻ, ഈ ഒരു റീജിയനെ ഇൻ്റർ ടൈഡൽ സോൺ എന്നും പറയാം. ഹൈ ടൈഡ് ലൈനും ഇൻ്റർ ടൈഡ് ലൈനും ലോ ടൈഡ് ലൈനും ഇടയിലുള്ളൊരു ഏരിയയിനെ നമുക്ക് ഇൻ്റർ ടൈഡൽ സോൺ എന്നും വേണമെങ്കിൽ വിളിക്കാം. സോ ആ ഒരു ഏരിയയും ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി, ദ വാട്ടർ ആൻഡ് ദ ബഡ് ഏരിയ ബിറ്റ്വീൻ ലോ ടൈഡ് ലൈൻ ടു ദ ടെറിട്ടോറിയൽ വാട്ടർ ലിമിറ്റ്, അതായത് 12 നോട്ടിക്കൽ മൈൽ ഡിസ്റ്റൻസ് വരെ, ലോ ടൈഡ് ലൈൻ മുതൽ 12 നോട്ടിക്കൽ മൈൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ടെറിട്ടോറിയൽ വാട്ടർ ലിമിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഡിസ്റ്റൻസ് വരെയുള്ള ഏരിയാസിനെയും CRZൻ്റെ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഏരിയാസിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ ബ്രീഫായിട്ട് പറയാം, അപ്ലൈ ചെയ്തിട്ടുള്ള ഏരിയ CRZ റൂൾസ് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഹൈ ടൈഡ് ലൈൻ ടു 500 meters ടുവാർഡ്സ് ദ ലാൻഡ്വാർഡ് സൈഡ് ഓഫ് സീ ഫ്രണ്ട്. ഹൈ ടൈഡ് ലൈൻ മുതൽ 500 meters നമ്മുടെ കടലിൽ നിന്നും ലാൻഡ്വാർഡ് സൈഡിലേക്കുള്ള ഹൈ ടൈഡ് ലൈൻ ടു 500 meters ആണ് ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് വൺ, ഹൈ ടൈഡ് ലൈൻ ടു 100 meters, അതല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ക്രീക്ക് ഏതാണോ ലെസ് ആയിട്ടുള്ളത് ആ ഒരു ഏരിയ അതിൽ ഇൻക്ലൂഡഡ് ആണ്. തേർഡ് വൺ,
ഹസാർഡ് ലൈനിനും 500 മീറ്റേഴ്സ് ഫ്രം HTLനും ഇടയിൽ വരുന്ന ലാൻഡ് ഏരിയ. ഹസാർഡ് ലൈനിനും 500 മീറ്റേഴ്സ് ഫ്രം ഹൈ ടൈഡ് ലൈനിനും ഇടയിൽ വരുന്ന ലാൻഡ് ഏരിയ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയും ഈ ഒരു റെഗുലേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. ദെൻ ഫോർത്ത് വൺ HTLനും LTLനും ഇടയിലുള്ള, അതായത് ഇൻ്റർ ടൈഡൽ സോണിലുള്ള ഏരിയ. ആൻഡ് ലാസ്റ്റ് വൺ വാട്ടർ ആൻഡ് ബഡ് ഏരിയ ബിറ്റ്വീൻ ലോ ടൈഡ് ലൈൻ ആൻഡ് ടെറിട്ടോറിയൽ ലിമിറ്റ്. ലോ ടൈഡ് ലൈനിനും ടെറിട്ടോറിയൽ ലിമിറ്റായ 12 നോട്ടിക്കൽ മൈലിനും ഇടയിലുള്ള ഏരിയാസിലും ഈ ഒരു CRZ നോംസ് അപ്ലിക്കബിൾ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് CRZ ആണ് അടുത്തതായിട്ട് വരുന്നത്. CRZനെ അല്ലെങ്കിൽ ഈ ഒരു കോസ്റ്റൽ റെഗുലേഷൻ സോൺസ് ആയിട്ട് കോസ്റ്റൽ ഏരിയാസിനെ ബേസിക്കലി 5 തരംതിരിച്ചിട്ടുള്ളത്. സോ ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻസ്, എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോംസ് അല്ലെങ്കിൽ റൂൾസ് അപ്ലൈ ചെയ്തിട്ടുള്ള ഏരിയയാണ് CRZ എന്ന് പറഞ്ഞാൽ. കോസ്റ്റൽ റെഗുലേഷൻ സോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി 5 ക്ലാസിഫിക്കേഷൻസ് ആണ് ഈ CRZന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. CRZ 1, ദെൻ CRZ 2, 3, 4 ആൻഡ് ലാസ്റ്റ് വൺ ഏരിയ റിക്വയറിങ് സ്പെഷ്യൽ കൺസിഡറേഷൻ. ഓക്കെ, അത്തരത്തിൽ 5 ക്ലാസിഫിക്കേഷൻസ് ആണ് ഈ CRZന് കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ CRZ 1. CRZ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയാസ് that are ecologically sensitive and geomorphological features which play a role in maintaining the integrity of the coast. എക്കോളജിക്കലി സെൻസിറ്റീവായ അതുപോലെ തന്നെ ജിയോമോർഫോളജിക്കൽ ഫീച്ചേഴ്സ് വളരെയധികമുള്ള അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കോസ്റ്റൽ റീജിയൻസിനെയാണ് നമ്മൾ CRZ 1 എന്ന് പറയുന്നത്. എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി ഉള്ളതും അതുപോലെ തന്നെ അവിടുത്തെ പ്രോപ്പർട്ടീസ് ജിയോമോർഫോളജിക്കൽ ഫീച്ചേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുമായിട്ടുള്ള ഏരിയാസാണ് CRZ 1 എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് മാംഗ്രൂവ് ഏരിയാസ്, അതുപോലെ തന്നെ കോറൽ ആൻഡ് കോറൽ റീഫ്സ് അസോസിയേറ്റഡ് ബയോഡൈവേഴ്സിറ്റി. കോറൽസും കോറൽ റീഫ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റൽ ലാൻഡ് ഫോംസ് ആണ്, കോസ്റ്റൽ ഏരിയയിലുള്ള ലാൻഡ് ഫോംസ് ആണ് ഈ കോറൽസ്, കോറൽ റീഫ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗിൽ നമ്മുടെ ജിയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിലൊക്കെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ എന്താണെന്ന് ഒന്നും കൂടി ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഈ ഒരു പേരുകൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇമേജസ് കിട്ടും, എന്താണ് കോറൽസ് അല്ലെങ്കിൽ കോറൽ റീഫ്സ് എന്നുള്ളതൊക്കെ. സോ ആ ഏരിയ എല്ലാം CRZ 1 വരുന്നത്. അതുപോലെ തന്നെ സാൻഡ് ഡ്യൂൺസ്, മഡ് ഫ്ലാറ്റ്സ്, ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സാൻഡ് ഡ്യൂൺസും മഡ് ഫ്ലാറ്റ്സും എല്ലാം CRZ 1 വരിക. ദെൻ നാഷണൽ പാർക്സ്, മറൈൻ പാർക്സ്, സാങ്ച്വറീസ്, റിസർവ് ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് ഹാബിറ്റ്സ് ഇത്തരത്തിലുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയാസും CRZ 1 കോസ്റ്റൽ ഏരിയാസിൽ വരിക. അതുപോലെ തന്നെ സീ ഗ്രാസ് ബഡ്സ്, ടർട്ടിൽ അല്ലെങ്കിൽ ഹോഴ്സ് ഷൂ ക്രാബ് ഹാബിറ്റാറ്റ്സ്, സാൾട്ട് മാർഷസ്, നെസ്റ്റിംഗ് ഗ്രൗണ്ട്സ് ഓഫ് ബേർഡ്സ്, ഇതെല്ലാം ഈ ഒരു CRZ 1 വരും. ഓക്കെ, ദെൻ നമ്മുടെ CRZ 1 തന്നെ വരുന്ന മറ്റൊരു ഏരിയയാണ് ഏരിയ ബിറ്റ്വീൻ LTL ആൻഡ് HTL. LTLനും HTLനും ഇടയിൽ വരുന്ന ഏരിയാസിനെ നമുക്ക് CRZ 1 തന്നെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ CRZ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയാസ് ദാറ്റ് ഹാവ് ബീൻ ഡെവലപ്ഡ് അപ് ടു ഓർ ക്ലോസ് ടു ദ ഷോർ ലൈൻ. ഷോർ ലൈനിന് നിയറസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയാസാണ് CRZ 2 വരുന്നത്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഡെവലപ്ഡ് ഏരിയ ഈസ് റെഫേർഡ് ടു ആസ് ദാറ്റ് ഏരിയ വിത്തിൻ ദ എക്സിസ്റ്റിംഗ് മുനിസിപ്പൽ ലിമിറ്റ്സ് ഓർ അതർ എക്സിസ്റ്റിംഗ് ലീഗലി ഡെസിഗ്നേറ്റഡ് അർബൻ ഏരിയാസ്. എക്സിസ്റ്റിംഗ് മുനിസിപ്പൽ ലിമിറ്റ്സിലോ അല്ലെങ്കിൽ ലീഗലി ഡെസിഗ്നേറ്റഡ് അർബൻ ഏരിയാസിലോ ഉള്ള ഡെവലപ്ഡ് ഏരിയാസ് ആണ് ഈ ഒരു CRZ 2 വരുന്നത്. ഇവിടെ നമ്മുടെ ഡ്രെയിനേജ് വർക്കുകൾ, അപ്രോച്ച് റോഡ്സിൻ്റെ പ്രൊവിഷൻസ്, ഡ്രെയിനേജ് വർക്കുകൾ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ലൈക്ക് വാട്ടർ സപ്ലൈ, സീവറേജ് സിസ്റ്റംസ്, അതൊക്കെയാണ് ഇവിടെ പൊതുവെ ഈ CRZ നോമിൽ അലോ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സീവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ CRZ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സിംപ്ലി ഡെവലപ്ഡ് ഏരിയ ഓർ ദാറ്റ് ആർ ക്ലോസ് ടു ഷോർ ലൈൻ, ഏരിയാസ് ദാറ്റ് ഹാവ് ബീൻ ഡെവലപ്ഡ് ഓർ ക്ലോസ് ടു ഷോർ ലൈൻ ആണ് CRZ 2 എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ദെൻ CRZ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയാസ് ദാറ്റ് ആർ റിലേറ്റീവ്ലി അൺഡിസ്റ്റർബ്ഡ് ആൻഡ് ദോസ് ഡു നോട്ട് ബിലോങ് ടു എയ്തർ CRZ 1 or 2 വിച്ച് ഇൻക്ലൂഡ് കോസ്റ്റൽ സോൺ ഇൻ റൂറൽ ഏരിയാസ് and also areas within municipal limits or in other legally designated urban areas which are not substantially built up. അതായത് CRZ 1 2 ഇൻക്ലൂഡ് ചെയ്യപ്പെടാത്ത കോസ്റ്റൽ സോൺസ്, റൂറൽ ഏരിയാസിലുള്ള കോസ്റ്റൽ സോൺസ് ആണ് ബേസിക്കലി ഈ ഒരു CRZ 3 എന്ന് പറയുന്നതിൽ വരുന്നത്. പൊതുവെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ്. എന്നാൽ CRZ 1 2 പെടാത്തതായിട്ടുള്ള കുറച്ചും കൂടി റൂറൽ ഏരിയയിലേക്ക് കടന്നിട്ടുള്ള ആ ഒരു കാറ്റഗറീഡ് കോസ്റ്റൽ റീജിയനാണ് CRZ 3 എന്ന് പറയുന്നത്. അതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഏരിയാസ് ദാറ്റ് ആർ റിലേറ്റീവ്ലി അൺഡിസ്റ്റർബ്ഡ് ആൻഡ് ദോസ് ഡു നോട്ട് ബിലോങ് ടു എയ്തർ CRZ 1 and 2.
അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളതും CRZ 1ഉം 2ഉം റീജിയനിൽ പെടാത്തതുമായിട്ടുള്ള റൂറൽ ഏരിയാസിലുള്ള കോസ്റ്റൽ സോൺസ് ആണ് CRZ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ CRZ 4 ആണ് വാട്ടർ ഏരിയ ഫ്രം ലോ ടൈഡ് ലൈൻ ടു 12 നോട്ടിക്കൽ മൈൽസ് ഓൺ സീവാർഡ് സൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറി അപ്ലിക്കബിലിറ്റി പറഞ്ഞ ആ ഒരു ഏരിയ തന്നെ, അതായത് LTL ടു 12 നോട്ടിക്കൽ മൈൽ ഡിസ്റ്റൻസ് വരുന്ന ഏരിയ CRZ 4ലാണ് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇറ്റ് ഇൻക്ലൂഡ് വാട്ടർ ഏരിയാസ് ഓഫ് ടൈഡൽ ഇൻഫ്ലുവൻസ്ഡ് വാട്ടർ ബോഡി ഫ്രം ദ മൗത്ത് ഓഫ് വാട്ടർ ബോഡി അറ്റ് സീ അപ് ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ടൈഡ് വിച്ച് മെഷേർഡ് ആസ് 5 പാർട്സ് പെർ 1000 ഡ്യൂറിങ് ദ ഡയറക്റ്റ് സീസൺ ഓഫ് ദ ഇയർ. മെയിൻലി ഈ LTL ടു 12 നോട്ടിക്കൽ മൈൽ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടൈഡൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വാട്ടർ ബോഡീസ്, അതായത് നമ്മുടെ കടലിനോടനുബന്ധിച്ചുള്ള മറ്റ് പല ചെറിയ ചെറിയ വാട്ടർ ബോഡീസും നമുക്കറിയാവുന്നതാണ്. കടലിലേക്ക് വരുന്ന വെള്ളങ്ങളുണ്ട്, അതുപോലെ തന്നെ കടലും നമ്മുടെ റിവറും കണക്ട് ചെയ്യുന്ന വാട്ടർ ബോഡീസ്, അത്തരത്തിലുള്ള ടൈഡൽ ഇൻഫ്ലുവൻസ് വരുന്ന വാട്ടർ ബോഡീസ് ഉള്ള ഏരിയാസും ഈ ഒരു CRZ 4 കാറ്റഗറിയിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആസ് പെർ ദ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ടൈഡ് ലൈനും 12 നോട്ടിക്കൽ മൈലിനും ഇടയിൽ വരുന്ന സീവാർഡ് സൈഡിലുള്ള ആ ഒരു ഏരിയയാണ് CRZ 4ൽ ബേസിക്കലി അല്ലെങ്കിൽ മെയിൻലി കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് എന്നാണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ 5th കാറ്റഗറിയാണ് ഏരിയ റിക്വയറിങ് സ്പെഷ്യൽ കൺസിഡറേഷൻ. സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് ഉള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ കൺസിഡറേഷൻസ് വേണ്ട CRZ ഏരിയ ആയിട്ടാണ് 5th വൺ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് CRZ ഏരിയ ഫാളിംഗ് വിത്തിൻ മുനിസിപ്പൽ ലിമിറ്റ്സ് ഓഫ് ഗ്രേറ്റർ മുംബൈ. ഗ്രേറ്റർ മുംബൈയുടെ മുനിസിപ്പൽ ലിമിറ്റ്സിൽ വരുന്ന CRZ ഏരിയാസ് എല്ലാം 5th കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ കേരളത്തിലെ CRZ ഏരിയാസ് ഓഫ് കേരള ഇൻക്ലൂഡിങ് ബാക്ക് വാട്ടേഴ്സ് ആൻഡ് ബാക്ക് വാട്ടർ ഐലൻഡ്സ്. കേരളത്തിലെ ബാക്ക് വാട്ടേഴ്സും ബാക്ക് വാട്ടർ ഐലൻഡ്സും CRZ കാറ്റഗറിയിൽ വരുന്നത് 5th കാറ്റഗറിയിലാണ്. ദെൻ CRZ ഏരിയാസ് ഓഫ് ഗോവ, കോസ്റ്റൽ റെഗുലേഷൻ സോൺസ് ഓഫ് ഗോവ കംപ്ലീറ്റ്ലി വരുന്നത് ഈ ഒരു 5th കാറ്റഗറിയിലാണ്. ആൻഡ് ഒരു ഏരിയ കൂടെ ഇതിൽ വരുന്നുണ്ട്, അതായത് ക്രിറ്റിക്കലി വൾണറബിൾ കോസ്റ്റൽ ഏരിയാസ് CVCA എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള കോസ്റ്റൽ റീജിയൻസും ഈ ഒരു 5th കാറ്റഗറിയിലാണ് വരുന്നത്. സെൻട്രൽ ബാൻഡ് റീജിയൻ ഓഫ് വെസ്റ്റ് ബംഗാളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ. വെസ്റ്റ് ബംഗാളിലെ സെൻട്രൽ ബാൻഡ്സ് ക്രിറ്റിക്കലി വൾണറബിൾ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന സ്ഥലമാണ്. വളരെ എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ബേസിസിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ഏരിയയാണ് ഈ ഒരു CVCA ഏരിയാസ് എന്ന് പറയുന്നത്. അതും കോസ്റ്റൽ ക്ലാസിഫിക്കേഷനിലെ ക്ലാസിഫിക്കേഷൻ 5ലാണ് വരുന്നത്. ഓക്കെ, സോ 5 ക്ലാസിഫിക്കേഷൻസ് ആണ് ബേസിക്കലി വരുന്നത്. ഫസ്റ്റ് വൺ CRZ 1 ആണ്. എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ളതും ജിയോമോർഫോളജിക്കൽ പ്രോപ്പർട്ടീസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുമായിട്ടുള്ള ഏരിയാസിനെയാണ് നമ്മൾ CRZ 1 എന്ന് പറഞ്ഞത്. അതിനൊരു ഫ്യൂ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് ഒരു നോട്ട് ഡൗൺ ചെയ്യുക. ദെൻ CRZ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയാസ് ദാറ്റ് ഹാവ് ബീൻ ഡെവലപ്ഡ് ഓർ ക്ലോസ് ടു ഷോർ ലൈന് നിയറസ്റ്റ് ആയിട്ടുള്ളതും ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയാസാണ് CRZ 2ൽ പറഞ്ഞത്. CRZ 3ൽ നമ്മൾ പറഞ്ഞത് CRZ 1ലും 2ലും ഇൻക്ലൂഡ് ചെയ്യപ്പെടാത്തതും അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളതുമായ CRZ ഏരിയാസ് ഓഫ് റൂറൽ വില്ലേജ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റൂറൽ ഏരിയാസിലുള്ള കോസ്റ്റൽ സോൺസ് 1ലും 2ലും പെടാത്തതായിട്ടുള്ളതാണ് CRZ 3ൽ പറഞ്ഞത്. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LTLും 12 നോട്ടിക്കൽ മൈൽ ഡിസ്റ്റൻസും തമ്മിലുള്ള അല്ലെങ്കിൽ അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏരിയാസിനെയാണ് 4ൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. 5th എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സ്പെഷ്യൽ കൺസിഡറേഷൻസ് ഉള്ളതാണ്. ഒന്ന് ഗ്രേറ്റർ മുംബൈയിലെ മുനിസിപ്പൽ ലിമിറ്റ്സിലുള്ള CRZ ഏരിയാസ്, ദെൻ കേരളത്തിലെ ബാക്ക് വാട്ടേഴ്സും ബാക്ക് വാട്ടർ ഐലൻഡ്സും, ദെൻ ഗോവയിലെ CRZ ഏരിയാസ്, അതുപോലെ തന്നെ ലാസ്റ്റ് വൺ CVCA ക്രിട്ടിക്കൽ വൾണറബിൾ കോസ്റ്റൽ ഏരിയാസ് ആയിട്ടുള്ള വെസ്റ്റ് ബംഗാളിലെ സെൻട്രൽ ബാൻഡ് പോലുള്ള റീജിയൻസും കാറ്റഗറി 5ലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് സിവിലിൽ ഈ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വേണ്ടത്. എന്താണ് CRZ നോംസ് അല്ലെങ്കിൽ CRZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് 3 ഒബ്ജക്റ്റീവ് പറഞ്ഞു. ദെൻ അതിൻ്റെ അപ്ലിക്കബിലിറ്റി എവിടെയൊക്കെയാണ്, ഏതൊക്കെ റീജിയൻസിലാണ് CRZ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, ആൻഡ് ഫൈനലി ആ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള ആ ഒരു ഡാറ്റയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, താങ്ക് യു.